അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. അപ്പോൾ വഉലിമ അന്ന തമസ്സുക ബിഅഖല്ലി മാ ഖീല ഹഖ്ഖുൻ, അതാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു വെച്ചത്. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മപ്പെടുത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം, നോക്കണം. അമ്മൽ ഇജ്മാഉ സുകൂത്തി, അടുത്ത ചർച്ച. അമ്മൽ ഇജ്മാഉ സുകൂത്തി, ഇജ്മാഉ സുകൂത്തി മുമ്പൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഒരു പരസ്യം നടത്തിയിരുന്നു, ബാക്കിൽ വരുന്നുണ്ട് എന്നുള്ള. ഇജ്മാഉ സുകൂത്തി, ഇജ്മാഉ സുകൂത്തി എന്ന് പറഞ്ഞാൽ എന്താ? വിശദീകരിക്കണില്ല, അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞിട്ടാണ്. വിശദമായിട്ട് താരീഫ് ബാക്കിൽ വരുന്നുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കും. താരീഫ് അല്ല, അതിൻ്റെ ഓരോ വസ്ഫ്, അതെങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ള ഓരോ വസ്ഫ് ഇങ്ങനെ വെച്ച് പറഞ്ഞുതരും. ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്, ബിഅൻ യഖൂല ബഅദുൽ മുജ്തഹിദീന ഹുക്മൻ, മുജ്തഹിദീങ്ങളിൽ നിന്ന് ചില ആൾക്ക് ബഅദ് ഒരു ഹുക്മ് പറയുന്നു. വയസ്കുതൽ ബാഖൂന അൻഹു, ആ ഹുക്മിനെ തൊട്ട് ബാക്കിയുള്ളവർ മൗനം പാലിക്കുന്നു. ആ മൗനം പാലിക്കുന്നത് എങ്ങനെ? ബഅദൽ ഇൽമി ബിഹി, ആ ഹുക്മ് അവർ അറിഞ്ഞതിന് ശേഷം. മൗനം പാലിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു ചർച്ച പറഞ്ഞതോ അല്ലെങ്കിൽ അതിന് ഹുക്മ് മുജ്തഹിദീങ്ങളിൽ ഒന്നും അറിയാത്തവരുണ്ടാകാം, അതല്ല. അറിഞ്ഞതിന് ശേഷം ആ ഹുക്മിനെ തൊട്ട് ഇവർ മൗനം പാലിക്കുന്നു. ഇല ആഖിരി മാ സയഅതി ഫി സൂറത്തിഹി, എങ്ങനെയാണ് ഇജ്മാഉ സുകൂത്ത് ഉണ്ടാകുക എന്നതിൻ്റെ സൂറത്ത് അക്കമിട്ട് ബാക്കിൽ വരുന്നുണ്ട്. അത് അവസാനം വരെ. ചുരുക്കി പറഞ്ഞാൽ, ആ പറയപ്പെടുന്ന എല്ലാ നിബന്ധനകളൊക്കെ ഉണ്ടായിട്ട് നിബന്ധനകളോടൊക്കെ കൂടെ മുജ്തഹിദീങ്ങളിൽപ്പെട്ട ബഅദ് വാക്കാൽ പറയുന്നു, വേറെ ബഅദ് മൗനം പാലിക്കുന്നു. ഇപ്പം നമ്മൾ ഉദാഹരണത്തിലേക്ക് വരാം. ഒരു 30-35 അംഗ മുജ്തഹിദീങ്ങളുണ്ട് എന്ന് സങ്കല്പിക്കാം, ജീവിച്ചിരിപ്പുണ്ട് സങ്കല്പിക്കാം. അപ്പോൾ അധ്യക്ഷനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഒരു ഹുക്മ് വായിച്ച് ഇങ്ങനെ വാക്കാൽ പറയുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് കേട്ടിട്ട് ഇങ്ങനെ പ്രതികരിക്കാതെ മൗനികളായി നിൽക്കുന്നു. ഇതൊക്കെ അറിഞ്ഞു, ഇത് പ്രതികരിക്കാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടും ഒക്കെ ഇൻഷാ അല്ലാഹ് ബാക്കിൽ ഓരോന്നോരോന്ന് വരും, ഒക്കെ കിട്ടിയിട്ടും പ്രതികരിക്കാതെ മൗനം പാലിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം, മർമ്മം. ഈ വിഷയത്തെക്കുറിച്ച് പറയാണ്. ഫസാലിസുഹ, നേരെ 3ക്കാ പോണത്. ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് അതിൻ്റെ ഹുക്മ്? ഫസാലിസുഹ, അഖ്വാലുകളിൽ നിന്ന് മൂന്നാമത്തത്. അയൽ അഖ്വാലി, അഖ്വാലുകളിൽ നിന്ന് മൂന്നാമത്തത്. ഫീഹി, ഈ ഇജ്മാഉ സുകൂത്തിയിലുള്ള അഖ്വാലുകളിൽ നിന്ന് മൂന്നാമത്തത്. അന്നഹു ഹുജ്ജത്തുൻ ലാ ഇജ്മാഉൻ, ഈ മൂന്നാമത്തത് ആദ്യമാണ് പറയാന്നുള്ളതൊക്കെ സുബക്കി ഇമാമിൻ്റെ ഒരു ശൈലിയാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അന്നഹു ഹുജ്ജത്തുൻ ലാ ഇജ്മാഉൻ, ഇത് ഹുജ്ജത്താണ്, ഇജ്മാ അല്ല. ഹുജ്ജത്താണ്, പക്ഷേ ഇജ്മാ എന്നുള്ള പേരിന് തൽക്കാലം നമ്മൾ പറയണില്ല. എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ബാക്കിൽ വിശദീകരിക്കും. വസാനിഹ, അപ്പം ഈ മഹല്ലി ഇമാം രണ്ടാമത്തെയും ഒന്നാമത്തെയും ഖൗല് എടുത്തരാണ്. രണ്ടാമത്തെ ഖൗല് അന്നഹു ഹുജ്ജത്തുൻ വ ഇജ്മാഉൻ, ഹുജ്ജത്തുമാണ്, ഇജ്മാഉമാണ്. മൂന്നാമത്തെ ഖൗല് ഹുജ്ജത്താണ്, ഇജ്മാഉ അല്ല. രണ്ടാമത്തെ ഖൗല് അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. 3, 2, 1 അങ്ങനെ വരുന്നത്. 1, 2, 3 അങ്ങനെയല്ല. വസാനിഹ അന്നഹു ഹുജ്ജത്തുൻ വ ഇജ്മാഉൻ, ഹുജ്ജത്തുമാണ്, ഇജ്മാഉമാണ്. എന്താ കാരണം? ലിഅന്ന സുകൂത്തൽ ഉലമായി, ഉലമാഇന്റെ സുകൂത്ത് ഫീ മിസ്ലി ദാലിക, ഇതുപോലെയൊക്കെയുള്ള മസ്അല വിഷയങ്ങളിലൊക്കെ ഉലമാഇന്റെ സുകൂത്ത് യുളന്നു മിൻഹുൽ മുവാഫഖത്തു ആദത്തൻ, സാധാരണഗതിയിൽ അതിൽ നിന്ന്, ആ സുകൂത്തിൽ നിന്ന് മുവാഫഖത്ത് ലന്ന് ചെയ്യപ്പെടണം. ഉണ്ടോ? ലന്ന് എന്നാ പറഞ്ഞത്. കൂടുതൽ മുവാഫഖത്തിനാണ് സാധ്യത. കാരണം ഉലമാ അല്ല, മുജ്തഹിദീങ്ങളല്ലേ. മുവാഫഖത്ത് ഇല്ലെങ്കിൽ അവർ പ്രതികരിക്കും.
ഇടപെടും. ഞാൻ അവരങ്ങനെ കുറ്റകരമായ ഒരു മൗനം പാലിക്കൂല. അപ്പോൾ ആ മുവാഫക്കത്ത് അല്ലെങ്കിൽ ആ സുക്കൂത്ത്, മുവാഫക്കത്ത് അതിൽ നിന്ന് ലന്ന് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് സാനി. അതുകൊണ്ട് അത് ഹുജ്ജത്തുമാണ്, ഇജ്മാഉം ആണ്. സാലിസ് എന്താ പറഞ്ഞത്? ഹുജ്ജത്താണ്, ഇജ്മാ അല്ല. ഹുജ്ജത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറേയൊക്കെ പോലും ഈ പറഞ്ഞതിനോട് അംഗീകരിക്കുന്നുണ്ട്. ഈ സാനി പറഞ്ഞതിനോട് കുറേയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. മുവാഫക്കത്തെ ആദത്തൻ ലന്ന് ചെയ്യപ്പെടണം, അതുകൊണ്ടൊക്കെയാണ് ഹുജ്ജത്താണെന്ന് പറഞ്ഞത്. ഫർക്ക് എന്താ? ഒരു ഇജ്മാ ആണെന്ന് പറഞ്ഞില്ല. അതെന്താ? നഫസ് സാലിസു, സാലിസ് നഫി ചെയ്തു, നിഷേധിച്ചു. ഇസ്മൽ ഇജ്മാഇ, ഇജ്മാഇ എന്ന പേരിന്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. സാനിക്കാരോട് പറയണം, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. യുളന്ന മിന്നൽ മുവാഫക്കത്താണ്, അതോട് ഹുജ്ജത്തൊക്കെ തന്നെയാണ്. പക്ഷേ ഇജ്മാഇ എന്നുള്ള പേര് അതിന് വേണ്ട. എന്താ കാരണം? ലിഖ്തിസാസി മുത്ലഖിഹി, ഇജ്മാഇൻ്റെ മുത്ലഖ്. ഇജ്മാഇൻ്റെ മുത്ലഖ് എന്ന് പറഞ്ഞാൽ വേറെ കൈതൊന്നുമില്ലാതെ. ഇജ്മാ സുക്കൂത്തി എന്ന് പറയുമ്പോൾ സുക്കൂത്തി എന്നുള്ള കൈതുണ്ട്, അതിനെക്കുറിച്ചല്ല നമ്മൾ പറയണത്. വെറും ഇജ്മാ എന്നതിന് പറയുമോ? അതാണ് വെറും ഇജ്മാ, അതാണ് മുത്ലഖുൽ ഇജ്മാ, അതാണ് ഇഖ്തിസാസി മുത്ലഖിഹി. ഇജ്മാഇൻ്റെ മുത്ലഖ്, വേറെ കൈതൊന്നുമില്ലാത്ത ഇജ്മാ എന്ന ആ ഒരു മുത്ലഖായ ആ പദം ഖാസാണ് ഇൻദഹു, സാലിസിൻ്റെ അടുത്ത്, ബിൽ ഖത്ഇ, ഖത്ഇ കൊണ്ട് ഖാസാണ്. ഖത്ഇ എന്ന് പറഞ്ഞാൽ ഐ അൽ മഖ്തൂഇ ഫീഹി ബിൽ മുവാഫഖത്തി, മുവാഫഖത്ത് കൊണ്ട് ഉറപ്പുള്ള. സുക്കൂത്ത് യുളന്നു മിൻഹുൽ മുവാഫഖത്ത് എന്നല്ല പറഞ്ഞത്, അല്ലെ? മുവാഫഖത്ത് ലന്നുണ്ട്, അത് പോരാ. മുവാഫഖത്ത് ഖത്ഉള്ളോടത്തെ എന്ത് പറയാൻ പറ്റുള്ളൂ? മുത്ലഖ്, അതായത് ഇജ്മാ എന്ന പദം വേറെ കൈതൊന്നുമില്ലാതെ പറയാൻ പറ്റുള്ളൂ, അതിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് സാലിസിൻ്റെ നിലപാട്. ഖിലാഫി സാനി, സാനി പറഞ്ഞു സുക്കൂത്തി എന്നുള്ള കൈത് അങ്ങനെ പറയാം, ഇനി അതല്ല ഇജ്മാ എന്ന് അങ്ങനെ മുത്ലഖൻ പറഞ്ഞിട്ടും കുഴപ്പമില്ല. പിന്നെ സുക്കൂത്തി എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ബാക്കിൽ വിശദമായിട്ട് വരും, കമാസയ്യത്തി. ഓക്കെ. അവലുഹ, അഖ്വാലിൽ നിന്ന് ഒന്നാമത്തത്. രണ്ട് പറഞ്ഞു ഹുജ്ജത്താണ്, ഇജ്മാഉം ആണ്. 3 പറഞ്ഞു ഹുജ്ജത്താണ്, ഇജ്മാ അല്ല. ഈ 3നും 2നും ഉണ്ടാവും ഒരു അക്സ്. അതിൽ 3ൻ്റെ അക്സ് നമ്മൾ ശരിക്കും ആലോചിച്ച് മനസ്സിലാവും. 3ൻ്റെ അക്സ് അങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ല. 3ൻ്റെ അക്സ് എന്തായിരിക്കും? ഇജ്മാ ആണ്, ഹുജ്ജത്തല്ല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഇജ്മാ ആയ പിന്നെ ഓട്ടോമാറ്റിക്കലി ഹുജ്ജത്തായി. അപ്പോൾ അവല് 2ൻ്റെ അക്സ് ഹുജ്ജത്താണ്, ഇജ്മാവും ആണ് പറഞ്ഞല്ലോ. അതിൻ്റെ അക്സ് ഹുജ്ജത്തും അല്ല, ഇജ്മാവും അല്ല. ലൈസ ബി ഹുജ്ജത്തിൻ വലാ ഇജ്മാ. എന്താ കാരണം? ലിഹ്തിമാലി സുക്കൂത്തി, യുളന്നു മിൻഹുൽ മുവാഫഖത്തു എന്നല്ലേ പറഞ്ഞത് സുക്കൂത്ത്. ആ യുളന്നുവിൻ്റെ അവിടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ടല്ലോ. ഒരു ഇഹ്തിമാൽ എന്താ? ലിഗൈരിൽ മുവാഫഖത്തി, യോജിപ്പ് അല്ല സുക്കൂത്തിൻ്റെ സുക്കൂത്ത്. അങ്ങനെ ഉണ്ടാവാലോ. കൽ ഖൗഫി, പേടിച്ചിട്ട്. കുറച്ച് മുജ്തഹിദീങ്ങളുണ്ട് അവിടെ, വിയോജിപ്പുള്ളവരുണ്ട്. പക്ഷെ ഒരു താരതമ്യേന വളരെ ജൂനിയേഴ്സാണ്. അപ്പുറത്ത് അഭിപ്രായം പറഞ്ഞ രേഖപ്പെടുത്തിയ ആൾക്കാർ ഇവരെ ഉസ്താദുമാരൊക്കെയാണ്. അതിനുണ്ടാവാം വൽ മഹാബത്തി, ഖൗഫ്, മഹാബത്ത്. അപ്പോൾ ആ ഖൗഫ് മഹാബത്തൊക്കെ കാരണം ഉണ്ടാകുന്നതാണ്, യോജിപ്പില്ല. അതിനുണ്ടാവാം. തറദ്ദുദ് ഫിൽ മസ്അല, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ തന്നെ ആണോ? അല്ലേ? ആ തറദ്ദുദ് കൊണ്ടും മൗനം പാലിക്കാം. ചുരുക്കി പറഞ്ഞാൽ മൗനം എന്നത് അവരുടെ യോജിപ്പാണ് എന്ന് പറയാൻ ആണ്ട് ഉറപ്പിക്കാൻ പറ്റൂല. ഒരു ഇഹ്തിമാൽ വിയോജിപ്പ് ആകാലോ. ഓക്കെ. പിന്നെന്താ അവർ പറയണ്ടേ? പറയാതൊക്കെയുള്ള കാരണം പറഞ്ഞു. ഖൗഫും മഹാബത്തൊക്കെ അതൊക്കെ ആവാം സുക്കൂത്തിൻ്റെ കാരണങ്ങൾ. വനുസിബ ഹാദൽ ഖൗലു, ഈ ഖൗല് ചേർക്കപ്പെട്ടിരിക്കുന്നു ഇല ഷാഫിഈ, അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഷാഫി ഇമാമിലേക്ക് ഈ ഖൗല് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഷാഫി ഇമാമിൻ്റെ ഖൗല് ഇങ്ങനെയാണ്. അതായത് ഷാഫി ഇമാമിൻ്റെ ഖൗല് ഇങ്ങനെയാണെന്ന് ചേർക്കപ്പെടാൻ കാരണമുണ്ട്. അഖദം മിൻ ഖൗലിഹി, ഷാഫി ഇമാമിൻ്റെ ഒരു ഖൗലിൽ നിന്ന് പിടിച്ചതിന് വേണ്ടി. ലാ യുൻസബു ഇലാ സാഖിത്തിൻ ഖൗലുൻ, ഖൗലുഹു എന്നല്ല ഖൗലുൻ. അങ്ങനെ ഷാഫി ഇമാമിൻ്റെ ഒരു വാക്കുണ്ട്.
ലാ യുൻസബു ഇലാ സാക്കിത്തിൻ ഖൗലുൻ, സാക്കിത്തിലേക്ക് ഒരു കൗല് ചേർക്കപ്പെടാൻ പാടില്ല. അവ 4 ആൾ കൂടിയെടുത്ത് 2 ആൾ അഭിപ്രായം പറഞ്ഞു, 3 ആൾ അഭിപ്രായം പറഞ്ഞു, ഒരാൾ മൗനം പാലിച്ചു. മൗനം പാലിച്ച ആൾക്കും ഈ അഭിപ്രായം അയാളിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം ഹുജ്ജത്തും അല്ല ഇജ്മാവും അല്ല, കാരണം സാക്കിത്തിൻ്റെ കൗല് ഇതാണെന്ന് പറയാൻ പറ്റൂലല്ലോ എന്ന് നുസിബ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഓക്കെ. റാബിഉഹ, 4-ാമത്തെ അഭിപ്രായം. 4-ാമത്തെ അഭിപ്രായം അന്നഹു ഹുജ്ജത്തുൻ ബിശർത്തിൽ ഇൻഖിറാദി, ഇൻഖിറാദിൻ്റെ ഷർത്തോടു കൂടെ ഹുജ്ജത്താണ്. ഇൻഖിറാദിൻ്റെ ഷർത്തോടു കൂടെ, 1, 2, 3 മറക്കരുത്, 4 ഇൻഖിറാദിൻ്റെ ഷർത്തോടു കൂടെ ഹുജ്ജത്താണ്. ഇൻഖിറാദിൻ്റെ ഷർത്ത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ്, ഈ മുജ്തഹിദീങ്ങളുടെ കാലം കഴിഞ്ഞു. 10-35 മുജ്തഹിദീങ്ങൾ ഉണ്ട് നമ്മുടെ മുഷാവറത്തോളി. ഈ 35 ആൾക്കാരിൽ നിന്ന് കുറേ ആൾക്കാർ വാക്കാൽ തന്നെ വേറെ കുറച്ച് ആൾക്കാർ മൗനം പാലിച്ചു. മൗനം പാലിക്കുമ്പോൾ നമ്മളതിന് ഇജ്മാ എന്ന് പറയില്ല, ഹുജ്ജത്തും ഈ കൺഫ്യൂഷനൊക്കെ ഉള്ളത് ഈ മൗനം പാലിക്കുന്ന ആൾക്കാരുടെ മൗനം യോജിപ്പാണോ വിയോജിപ്പാണോ എന്നറിയില്ല. അവർ പിന്നീട് ഞങ്ങൾക്കങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞാലോ എന്ന ഒരു ഹദറാണ്. ഓലെ കാലം കഴിഞ്ഞാൽ പിന്നെ പേടിച്ചാലില്ലല്ലോ, പിന്നെ ഇനിയിപ്പോലെ എന്തായാലും മുഖാലഫത്ത് രേഖപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഷർത്തോടു കൂടെ ആ മുജ്തഹിദീങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, എന്നാൽ അവിടെ ഇജ്മാ രൂപപ്പെട്ടു എന്ന് പറയാം, ഇജ്മാ എന്ന് പറയാം. അതാണ് ബി ഷർത്തിൽ ഇൻഖിറാദി, ഇൻഖിറാദിൻ്റെ ഷർത്തോടു കൂടെ അത് ഹുജ്ജത്താണ്. ഹുജ്ജത്താണെന്നുള്ളടത്തേക്കാ പോകട്ടോ. ലി അംനി ളുഹൂരിൽ മുഖാലഫത്തി ബൈനഹും, അവർക്കിടയിൽ മുഖാലഫത്ത് ലാഹിറാകൽ അമ്നുണ്ടല്ലോ. ബഅദഹു, ഇൻഖിറാദിന് ശേഷം ഒരു കാലം കഴിഞ്ഞാൽ മുഖാലഫത്ത് രേഖപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഹുജ്ജത്തായത് ബി ഖിലാഫി മാ ഖബലഹു, ഇൻഖിറാദിൻ്റെ മുമ്പ് ഓരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആ മൗനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, എന്നാൽ ഹുജ്ജത്താണെന്ന് പറയാൻ പറ്റൂല, പറയാനായിട്ടില്ല. ഓക്കെ. വഖാല ഇബ്നു അബീ ഹുറൈറ, ഇബ്നു അബീ ഹുറൈറ എന്നവർ പറഞ്ഞു. നമ്മൾ പ്രസിദ്ധമായ സഹാബി അബൂ ഹുറൈറ അല്ല, ഇൻഷാ അല്ലാഹ് അത് ആരാണ് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം, പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വഖാല ഇബ്നു അബീ ഹുറൈറ, ഇബ്നു അബീ ഹുറൈറ എന്നവർ പറഞ്ഞു, അന്നഹു ഹുജ്ജത്തുൻ, ഇത് ഹുജ്ജത്താണ്. എങ്ങനെയാണെങ്കിൽ ഇൻ കാന ഫുതിയൻ ലാ ഹുക്മൻ, അലാ സബീൽ ഇഫ്തായി, ഒരു ഫത്വ എന്ന രീതിയിലാണ്, ഫത്വയാണെങ്കിൽ ഹുജ്ജത്താണ്. ഒരു ഫത്വ സംശയം ചോദിച്ചു, ആ സംശയത്തിന് ഫത്വ കൊടുക്കുകയാണ്. ഒരു സംശയം ഫത്വ അതാണല്ലോ, ഒരാൾ ചോദിക്കണം, അപ്പം മുഫ്തി ഫത്വ കൊടുക്കുകയാണ്. അപ്പോൾ മുഷാവറ അല്ലെങ്കിൽ മുജ്തഹിദീങ്ങൾ ഒരു 5 ആളുണ്ട് 10 ആളുണ്ട്, അവർ ആ ഫത്വ പുറപ്പെടുവിക്കുകയാണെങ്കിൽ, ഫത്വയാണെങ്കിൽ ഇജ്മാ, കുറച്ച് ആൾക്കാർ മൗനം പാലിച്ചാലും കുഴപ്പമില്ല, ഹുജ്ജത്താവും. അങ്ങനെ ഫത്വ എന്ന് പറയുമ്പോൾ ലാ ഹുക്മൻ, ഹുക്കുമാണെങ്കിലല്ല, ഹുക്കുമ് വേറെ ഫത്വ വേറെ. ഹുക്കും പറഞ്ഞാൽ അവിടെ ചോദ്യകർത്താവ് ഉണ്ടാകുന്ന ഒരു വിഷയം വന്നപ്പോൾ ഇവർ പഠിച്ച് സംഗതി പറയുന്നതാണ് ഹുക്കുമർ. ലിയന്നൽ ഫുത്തിയ, എന്താ കാരണം? ഫത്വ എന്നുള്ളത് യുബഹസു ഫിഹ ആദത്തൻ, സാധാരണഗതിയിൽ അതിൽ നല്ല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കും. ഇബ്നു അബീ ഹുറൈറ എന്നവരുടെ വീക്ഷണമാണ്, റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. ഇതേ കാരണം നേരെ തിരിച്ചുള്ളിലും പറയുന്നുണ്ട് ബാക്കിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്, അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത്. യുബഹസു ഫിഹ ആദത്തൻ, നല്ല ബഹ്സൊക്കെ നടന്ന് ചർച്ചയൊക്കെ നടക്കും. അതുകൊണ്ട് തന്നെ ഫസുക്കൂത്തു അൻഹ, ഫത്വയെ തൊട്ടുള്ള സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ റിളം ബിഹ, അതുകൊണ്ടുള്ള റിൽ തന്നെയാണ്. അതുകൊണ്ട് ആ സുക്കൂത്ത് അത് റിലായിട്ട് എടുക്കാം, ഹുജ്ജത്താവും. ബി ഖിലാഫിൽ ഹുക്മി, ഹുക്കുമിനെതിരായിട്ട് നോക്കി നിങ്ങൾ. ഖാല അബൂ ഇസ്ഹാഖ് അൽ മർവസി റഹിമഹുല്ല, അദ്ദേഹം നേരെ തിരിച്ചു പറഞ്ഞു, അക്സറാൻ അന്നഹു ഹുജ്ജത്തുൻ ഇൻ കാന ഹുക്മൻ, ഹുക്കുമാണെങ്കിൽ ഹുജ്ജത്താണ്, ഫത്വയാണെങ്കിലല്ല. മുപ്പര് പറഞ്ഞ കാരണം നോക്കി, ഇതേ കാരണം ലി സുദൂരിഹി, ഹുക്കുമ് സ്വാദിറാകുന്നതിന് വേണ്ടി ആദത്തൻ സാധാരണ ബഅദൽ ബഹ്സി മഅൽ ഉലമായി വത്തിഫാഖിഹിം, ഉലമായിനോട് കൂടെയൊക്കെ ഫത്വ നല്ല ചർച്ചയൊക്കെ നടത്തി ഓലൊക്കെ ഇത്തിഫാഖായതിന് ശേഷമേ ഒരു ഹുക്കുമ് പുറപ്പെടുവിക്കുള്ളൂ.
ബിഖിലാഫിൽ ഫുത്തിയ. ഫുത്തിയ എന്ന് അങ്ങനെയല്ല, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊള്ളുന്നില്ല. ഫുത്തിയ എന്ന് പറഞ്ഞാൽ ആരടുത്ത് ഫത്വ വന്നു ചിലപ്പോൾ ബന്ധപ്പെട്ട ആൾക്കാർ കൂടി അല്ലെങ്കിൽ അങ്ങനെ കൂടിയൊക്കെ ചർച്ച ചെയ്ത് പുറപ്പെടുവിക്കും. ഹുക്കും അങ്ങനെയല്ല, ഒരു ഹുക്കുമ് പുറപ്പെടുവിക്കുമ്പോൾ എല്ലാവരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ടേ പുറപ്പെടുവിക്കുള്ളൂ. കണ്ടോ? എന്നാണ് അബൂ ഇസ്ഹാഖ് അൽ മർവസി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഒരു വേള അതിലേക്ക് എടുക്കുമ്പോൾ നമുക്കൊന്നും ചായ്വ് കൂടും. കാരണം നമ്മളുടെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫത്വ എന്നുള്ളത് ചിലപ്പോൾ വ്യക്തികൾ തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരു മുഫ്തിയുടെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ആ മുഫ്തി ഫത്വ കൊടുക്കും. അത് മറ്റുള്ളവർ ബഹ്സ് ചെയ്യണമെന്നില്ല, അല്ലാതെയും കൊടുക്കും. നേരെ മറിച്ച് ഒരു ഹുക്കുമ് പുറപ്പെടുവിക്കുക എന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു വിഷയത്തിൽ ഒരു ഹുക്കുമ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെ പുറപ്പെടുവിക്കുള്ളൂ. അതങ്ങനെ തന്നെയുള്ളൂ. ഇതാണ് അബൂ ഇസ്ഹാഖ് അൽ മർവസിയുടെ കാഴ്ചപ്പാട്. ഹുക്കുമാണെങ്കിൽ ഹുജ്ജത്താണ്, അത് കൂടി ആലോചിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റിയലായിട്ട് എടുക്കാം. വഖാല ഖൗമുൻ, ഒരു ഖൗമ് പറഞ്ഞു, ഇന്നഹു ഹുജ്ജത്തുൻ ഇൻ വഖഅ ഫീമാ യഫൂതു ഇസ്തിദ്റാകുഹു. അപ്പോൾ നല്ല കൂലങ്കഷമായി ചർച്ച ചെയ്ത് ചിന്തിച്ചിട്ടൊക്കെ വരുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഹുജ്ജത്താവുന്നു. കാരണം അപ്പോൾ നന്നായി ചിന്തിച്ചിട്ട് നമ്മൾ മൗനം കുറ്റകരാവൂല. ഇൻ വഖഅ ഫീമാ യഫൂതു ഇസ്തിദ്റാകുഹു. ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള സുക്കൂത്തും വാക്കുകളുടെ കൗലും ഈ സുക്കൂത്തും ഇത് സംഭവിച്ചത് ഇസ്തിദ്റാക്ക് ഫൗത്തായി പോകുന്ന വിഷയത്തിലാണെങ്കിൽ, തിരിച്ചു പിടിക്കൽ ഫൗത്തായി പോകുന്ന വിഷയത്തിലാണെങ്കിൽ ഹുജ്ജത്താണ്. കാരണം അവിടെ എന്തായാലും സുക്കൂത്ത് തന്നെ വരുള്ളൂ, അത് അതിനെ സാധ്യതയുള്ളൂ. കാരണം അവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞാണ്ട് എനിക്കങ്ങനെ അഭിപ്രായം ചെയ്യുന്നു എന്ന് വന്ന് പറഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഉദാഹരണം നോക്കി, ഇറാഖത്തുദ്ദം പോലെ, വസ്തിബാഹത്തി ഫർജിൻ, ഇസ്തിബാഹത്തുൽ ഫർജ് പോലെ. അപ്പോൾ അത് മറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അഭിപ്രായം ഇനിയിപ്പോൾ ആർക്കെങ്കിലും മൗനം ഉണ്ടെങ്കിൽ ആ മൗനം സമ്മതം തന്നെ ആവുള്ളൂ. കാരണം വല്ല വിയോജിപ്പ് ഉണ്ടെങ്കിൽ അത് വാക്കവിൽ പറയും. കാരണം അത് പറയാതെ അത് പിന്നെ പറഞ്ഞാൽ ആ പറയുമ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ തല പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഫർജ് ഇവിടെ ഹലാലായി കഴിഞ്ഞിട്ടുണ്ടാവും, ആ സമ്പത്ത് നടന്നിട്ടുണ്ടാവും. പിന്നെ അത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമായി. അന്നദാലിക്കലി ഖത്തരിഹി ലാ യസ്കുതു അൻഹു ഇല്ലാ റാളിൻ ബിഹി. റിളള്ള ആളല്ലാതെ മൗനം പാലിക്കൂല. റിള ഇല്ലെങ്കിൽ മുപ്പരധാരി ആ പറയും, കാരണം അത് ഗൗരവമുള്ള വിഷയമാണ്. ബിഖിലാഫി ഗൈരിഹി. ഓക്കെ. പിന്നെ വഖാല ഖൗമുൻ, ഒരു ഖൗമ് പറഞ്ഞു, ഇന്നഹു ഹുജ്ജത്തുൻ ഇൻ വഖഅ ഫീ അസ്രി സ്വഹാബത്തി. സ്വഹാബത്തിൻ്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടായത് എങ്കിൽ, ഇൻ വഖഅ ഫീ അസ്രി സ്വഹാബ, സഹാബത്തിൻ്റെ കാലത്താണ് ഇജ്മാഉ സുകൂത്ത് ഉണ്ടായത് എങ്കിൽ ഹുജ്ജത്താണ്. സഹാബത്തിൻ്റെ കാലത്ത് ഇജ്മാഉ സുകൂത്ത് ഉണ്ടായാലും ഹുജ്ജത്ത് തന്നെയാണ്. കാരണം എന്താ, സഹാബത്തിന് വല്ല വിയോജിപ്പാണെങ്കിൽ ഒരു പറയും, അവർക്ക് വിയോജിപ്പില്ല തൃപ്തിയില്ലാത്തൊരു വിഷയത്തിൽ ഒരു മൗനം പാലിക്കൂല. കാരണം സഹാബത്ത് ദീനിൽ അത്രയും ശുദ്ധത്തുള്ള ആൾക്കാരാണ്. കുറ്റകരമായ മൗനം എന്നുള്ളത് അവരിൽ നിന്നുണ്ടാവില്ല. ലിഅന്നഹും ലിശിദ്ദത്തിഹിം ഫിദ്ദീൻ, ദീനിൽ അവർ നല്ല ശുദ്ധത്തുള്ള ആളുകളായതുകൊണ്ട് ലാ യസ്കുതൂന അമ്മാ ലാ യർലൗന ബിഹി, അവർക്ക് റിളല്ലാത്തൊരു വിഷയത്തിൽ അവർ സാക്കിത്താവൂല. ബിഖിലാഫി ഗൈരിഹിം, സഹാബത്ത് അല്ലാത്തവർക്ക് ആ പറഞ്ഞ ശിദ്ദത്ത് എന്തായാലും ഇല്ലല്ലോ. ഫഖദ് യസ്കുതൂന, ഉണ്ടോ, സൂക്ഷ്മമായിട്ടേ മഹലിമാമ ഇബാറത്ത് പറഞ്ഞുള്ളൂ. ഫഖദ് യസ്കുതൂന, ചിലപ്പോൾ അവർ മൗനം പാലിച്ചേക്കാം, പാലിക്കുന്ന ഉറപ്പുണ്ട്. ഫഖദ് യസ്കുതൂന, സഹാബത്തിൽ ആ ബേജാറില്ല. അതുകൊണ്ട് സഹാബത്തിൻ്റെ കാലത്താണ് ഇജ്മാഉ സുകൂത്ത് എങ്കിൽ അത് ഹുജ്ജത്താണ്. വഖാല ഖൗമുൻ, അടുത്തൊരു ഖൗമ് പറഞ്ഞു, ഇന്നഹു ഹുജ്ജത്തുൻ ഇൻ കാന സാക്കിത്തൂന അഖല്ല, സാക്കിത്തീങ്ങൾ അഖല്ലാണെങ്കിൽ, മിനൽ ഖായിലീന, വാക്കാൽ പറഞ്ഞ ആളുകളെക്കാൾ അഖല്ലാണ് സാക്കിത്തീങ്ങൾ. അപ്പോൾ 35 ഉള്ളിടത്ത് ഒരു 25 ആളും അത് വാക്കാൽ സപ്പോർട്ട് ചെയ്തു, ഒരു 10 ആൾക്കാർ സാക്കിത്തീങ്ങളായി. എന്നാൽ ഹുജ്ജത്താണ് നളറലിൽ അക്സരി, അക്സറിലേക്ക് നോക്കിയിട്ട് ഭൂരിഭാഗവും അവിടെ സമ്മതിച്ചല്ലോ, അത് മദീൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൗലുമായി കണക്റ്റഡാ. ഈ പറഞ്ഞ ഈ കൗമിൻ്റെ അഭിപ്രായം, കൗമിൻ്റെ അഭിപ്രായം അവസാനം പറഞ്ഞല്ലോ, സാക്കിത്തീങ്ങൾ അഖല്ലാണെങ്കിൽ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓര് എതിർക്കാനൊക്കെ സാധ്യത ഉണ്ട്.
ഈ അക്കല്ല് അക്സറിനെ എതിർക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ എതിർക്കുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടാന്ന്, വിഷയാക്കണ്ടാന്ന്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, അക്കല്ലിൻ്റെ മുഖാലഫത്ത് ബുദ്ധിമുട്ടില്ല. ആ അഭിപ്രായം ഈ അഭിപ്രായം തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. അക്സറും കായിലീങ്ങാണ്, ഒരു വാക്കാൽ പറഞ്ഞു ഒരു അക്കല്ല് സാക്കിത്താകാണ്, എന്നാൽ ഇജ്മാ ഹുജ്ജത്തായി നിലനിൽക്കും. നമുക്കുള്ള ബേജാറ് പ്രശ്നം എന്താ, ഈ സാക്കിത്തീങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എതിരഭിപ്രായം പറഞ്ഞെങ്കിലോ എന്നുള്ളതല്ലേ. അപ്പോൾ വിഷയാക്കണ്ട. അങ്ങനെ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വഹുവ കൗലുമൻ കാല. ഈ കൗമിൻ്റെ കൗല് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അന്ന മുഖാലഫത്തൽ അഖല്ലി ലാ തദുറു, അഖല്ലിൻ്റെ മുഖാലഫത്ത് ഇവിടെ ബുദ്ധിമുട്ടാക്കൂല ഇജ്മാ രൂപപ്പെടുന്നിടത്ത് എന്നൊരു കൗൽ അന്ന് പറഞ്ഞു. ആ കൗലിൻ്റെ ആ പറഞ്ഞ ആൾക്കാരെ കൗൽ തന്നെയാണ് ഈ പറഞ്ഞതും. ഓക്കെ, ഇനി കുറേ കൗല് പറഞ്ഞപ്പോൾ കുറേ കൗലുകളുണ്ട്. 1, 2, 3, 4, 5 അങ്ങനെ ഒന്ന് പറഞ്ഞു. വസ്സഹീഹു, ഇമാം സുബുക്കി റഹ്മഹുല്ല ക്ലോസ് ചെയ്യാം, കൺക്ലൂഷൻ നടത്താണ്. വസ്സഹീഹു അന്നഹു ഹുജ്ജത്തുൻ മുത്ലഖൻ, നിരുപാധികം ഹുജ്ജത്താണ് എന്നതാണ് സ്വഹീഹായ അഭിപ്രായം. ഹുജ്ജത്തുൻ മുത്ലഖൻ, അങ്ങനെയാണെങ്കിൽ കുറേ കൈത് പറഞ്ഞല്ലോ. സഹാബത്തിൻ്റെ കാലത്താണെങ്കിൽ, അല്ലെങ്കിൽ അക്കല്ലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫീമായഫത്തു സിദ്ര അതൊന്നും നോക്കണ്ട, അൺകണ്ടീഷൻ മുത്ലഖൻ ഹുജ്ജത്താണ് എന്നർത്ഥം. ഹുവ ഹുജ്ജത്താണ് എന്നുള്ളത് മത്തഫഖ അലൈഹിൽ ഖൗലു സാനി വസാലിസു, രണ്ടാം കൗലുകാരും മൂന്നാം കൗലുകാരും തമ്മിൽ യോജിച്ച ഇജ്തിമാഇന്റെ ഇടം, രണ്ടും കൂടി ഇത്തിഫാക്കായത്. 2 അല്ലേ. രണ്ടാം കൗലും എന്തായിരുന്നു, രണ്ടാമത്തെ കൗലും എന്തായിരുന്നു, ഹുജ്ജത്വാണ് ഇജ്മാഉമാണ്, അവർ ഹുജ്ജത്താന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം കൗലും എന്തായിരുന്നു, മൂന്നാം കൗല് ഹുജ്ജത്താണ്. മൂന്നാം കൗലാണ് സുബിക്കി ഇമാം ആദ്യം പറഞ്ഞത്, ഹുജ്ജത്താണ് ഇജ്മാ അല്ല. 2 ഹുജ്ജത്തുമാണ് ഇജ്മാവാണ്. 3 ഹുജ്ജത്താണ് ഇജ്മാ അല്ല. അപ്പൊ ഹുജ്ജത്താണ് എന്നത് രണ്ടാം കൗലും പറയുന്നുണ്ട്, മൂന്നാം കൗലും പറയുന്നുണ്ട്. രണ്ടാം കൗലിൽ ഇജ്മാവു ആണെന്ന് പറഞ്ഞു, 3 ഇജ്മാ അല്ല എന്ന് പറഞ്ഞു. ഹുജ്ജത്താണ് എന്നുള്ളത് ഇത്തിഫാഖുണ്ട്. വഖാല റാഫിഇയ്യു, ഇമാം റാഫിഇ തങ്ങൾ പറഞ്ഞു, ഇന്നഹുൽ മഷ്ഹൂറു, ഇതാണ് മഷ്ഹൂറായ അഭിപ്രായം. എന്തല്ല അസ്ഹാബ്, നമ്മൾ അസ്ഹാബിൻ്റെ അടുത്ത് മഷ്ഹൂറായ അഭിപ്രായം ഇതാണ്. ഖാല, റാഫിമാൻ പറഞ്ഞു, വഹൽ ഹുവ ഇജ്മാഉൻ, ഹുജ്ജത്താണ്. അപ്പോൾ പറഞ്ഞത് ഹുജ്ജത്താണ്, അതാണ് പറഞ്ഞത് ഹുജ്ജത്താണ് എന്നുള്ള അഭിപ്രായം. വഹൽ ഹുവ ഇജ്മാഉൻ, ഇഞ്ഞത് ഇജ്മാഉ ആണോ? ഫീഹി വജ്ഹാനി, അതിൽ 2 വജ്ഹുണ്ട്. ഹുജ്ജത്താണ് എന്നുള്ളത് നമ്മളെ എന്താ പറയുക, അസ്ഹാബിൻ്റെ അടുത്തൊക്കെ അഭിപ്രായമാണ്. ഇനി ഇജ്മാ ആണെന്ന് പറഞ്ഞല്ലോ, വഫീ തസ്മിയത്തിഹി ഇജ്മാഅൻ, ഹുജ്ജത്താണെന്ന് പറഞ്ഞു. സുബ്കിമാ പറഞ്ഞു വസ്സഹീഹു അന്നഹു ഹുജ്ജത്തുൻ, മത്ലക്ക് വരാം, അന്നഹു ഹുജ്ജത്തുൻ മുത്ലഖൻ ഹുജ്ജത്താണ് എന്നുള്ളതാണ് സഹിയായ അഭിപ്രായം. രണ്ടാം കൗലും മൂന്നാം കൗലും കൂടെ യോജിച്ച ഇടം. ഇനി ഇജ്മാ ആണോ? വഫീ തസ്മിയത്തിഹി ഇജ്മാഅൻ, ഇജ്മാ എന്ന പേര് അതിന് വെക്കുന്നതിൽ ഉണ്ട് ഖുൽഫുൽ ലഫ്ലി, ഒരു ലഫ്ലിയായ ഖിലാഫുണ്ട്. ഇജ്മാ എന്നുള്ള പേര് അതിന് ഹുജ്ജത്താന്ന് പറഞ്ഞു, ഇനി ഇജ്മാ എന്നുള്ള പേര് അതിന് പറയാൻ പറയോ ഇല്ലേ? അതിനൊരു ലഫ്ലിയായ ഖിലാഫുണ്ട് ആണോ? ലഫ്ലിയായ ഖിലാഫ്, സംഗതി അതെന്നെ രണ്ടുകൂട്ടിനും പറയുന്നുണ്ട്. ആ പേര് അതിന് വെക്കോ ഇല്ലേ എന്നുള്ള നേരത്തെ പ്രശ്നം. സാധനം കിട്ടിയത് അതന്നെയാണ്. നാരങ്ങ ഒക്കെയുള്ള വെള്ളം തന്നെ കിട്ടിയത്, നാരങ്ങളെന്നതിന് പറയുമല്ലേ? ഒരു കൂട്ടർ പറഞ്ഞു ആ പേര് അതിന് പറയില്ല, മറ്റേ കൂട്ടർ പറഞ്ഞു ആ പേര് അതിന് പറയും. കിട്ടിയ വെള്ളം രണ്ടും ഒന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറയും. സംഗതി ഇത് ഒന്ന് തന്നെ, പേര് പറയോ? അതിനാണ് ഖിലാഫ് ലഫ്ലി എന്ന് പറയുന്നത്. വഹുവ, അത് ഈ പറഞ്ഞ ഈ ഇജ്മാ ഖുൽഫു ലഫ്ലി ഉണ്ട് എന്ന് പറഞ്ഞത് മഖ്തലഫ ഫീഹിൽ ഖൗലു സാനി വസാലിസു, അവിടെയാണ് സാനിയും സാലിസും തമ്മിൽ ഇഖ്തിലാഫായത്. സാനി എന്താ പറഞ്ഞത്? ഇജ്മാ ആണ്, ആ പേര് പറയും. സാലിസ് എന്താ പറഞ്ഞത്? ഹുജ്ജത്താണ്, ഇജ്മാ അല്ല, ഇജ്മാ എന്നുള്ള പേര് പറയില്ല. സാനി പറഞ്ഞു ഇജ്മാ എന്നുള്ള പേരും പറയും, സാലിസ് പറഞ്ഞു ഇജ്മാ എന്നുള്ള പേര് പറയില്ല. മഖ്തലഫ ഫീഹിൽ ഖൗലു സാനി വസാലിസു. ഖീല ലാ യുസമ്മ, പേര് പറയില്ല. കൺസെപ്റ്റിലെ മാറ്റം അതാണ് ഖുൽഫു ലഫ്ലി എന്ന് പറഞ്ഞല്ലോ. പേര് എന്താ പേര് പറയാന്ന് പറയാൻ കാരണം,
ലിഖ്തിസാസി മുത്ലഖ് ഇസ്മിൽ ഇജ്മാഇ. ഇജ്മാ എന്ന പേരിൻ്റെ മുത്ലഖ് പറഞ്ഞാൽ ഇജ്മാ എന്ന് മാത്രം, വേറെ കൈതൊന്നുമില്ല. സുക്കൂത്ത് അല്ല, ഇജ്മാ സുക്കൂത്തി നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പം. ഇജ്മാ എന്ന് വേറെ കൈതൊന്നുമില്ലാതെയുള്ള മുത്ലഖ് ഇസ്മിൽ ഇജ്മാ, അത് ഖാസായതിന് വേണ്ടി ബിൽ ഖത്ഇ എന്ന് പറഞ്ഞാൽ അയൽ മഖ്തൂഉ ഫീഹി ബിൽ മുവാഫഖ, മുവാഫഖത്ത് മഖ്തൂഉ ബിഹി ആയത്. മുവാഫഖത്ത് മഖ്തൂഉ ബിഹി ആവലെങ്ങനെ? എല്ലാവരും വാക്കാൽ പറയണം. കുറച്ച് ആൾക്കാർ മൗനം പാലിച്ച മുവാഫഖത്ത് മഖ്തൂഉ ബിഹി അല്ല, യുളന്നു മിൻഹുൽ മുവാഫഖത്ത് എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ മുവാഫഖത്ത് മഖ്തൂഅ ആണ്, എല്ലാവരും വാക്കാൽ പറഞ്ഞതിനെ ഇജ്മാ എന്ന ആ പേര് മുത്ലഖ് ഇസ്മിൽ ഇജ്മാ, വേറെ കൈതൊന്നുമില്ലാതെ ഇജ്മാ എന്ന് പറയാൻ പറ്റുള്ളൂ, ഖാസാണ് എന്നാണ് ഓരോ അടുത്തുള്ളത്. അപ്പോൾ ഓരെന്ത് പറയില്ല, ഇതിന് ഇജ്മാ സുക്കൂത്തിന് ഇജ്മാ എന്ന് പറയില്ല, കാരണം അവിടെ മഖ്തൂ ബിഹി ഫീൽ മുവാഫഖത്തു അല്ല. വഖീല യുസമ്മ, സാനിയതാണ് യുസമ്മ, ആ പേര് പറയും. അതെന്താ? ഓല കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞ മാതിരി ആണെങ്കിലും ഇനി ഇജ്മാ എന്ന് പറയാം. ലിഷുമൂലിൽ ഇസ്മി ലഹു, ഇതിനെയും ആ പേര് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇജ്മാ എന്നുള്ള പേര് ഇതിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ സുക്കൂത്തി എന്നുള്ള കൈത് കൊടുത്തത്? സുക്കൂത്തി എന്നുള്ള കൈത് കൊടുത്തത് നോർമലി ഇജ്മാ എന്ന് പറഞ്ഞാൽ സുക്കൂത്തി അല്ലാത്തതാണ്. എന്നാൽ ഇതിനാ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലിൻസിറാഫിൽ മുത്ലഖി, സുക്കൂത്തി എന്ന ആ കൈതില്ലാതെ മുത്ലഖായാൽ ഇലാ ഗൈരിഹി, സുക്കൂത്തി അല്ലാത്തതിലേക്കാണ് മുൻസരിഫാകുക. അതുകൊണ്ട് ഇതിന് എന്ത് പേരിട്ടു? സുക്കൂത്തി എന്നും കൂടി കൈത് കൊടുത്തു എന്നല്ലാതെ ഇജ്മാ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടല്ല. ഇജ്മാ എന്ന പദം അതിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മറ്റൊരു പറഞ്ഞു ഇജ്മാ എന്ന പദം അത് മഖ്തൂഉ ബിഹി ഫീഹിൽ മുവാഫഖത്തു മഖ്തൂഉ ബിഹി ആയതിന് മാത്രമേ മുത്ലഖ് നിലക്ക് പറയാവൂ. കൺസെപ്റ്റിലെ മാറ്റാണ്. അതാണ് ഖുൽഫുൽ ലഫ്ളി എന്ന് പറഞ്ഞത്. വിഷയത്തിൽ മാറ്റമൊന്നുമില്ല, പേര് പറഞ്ഞു കൊടുത്ത് ചെറിയ മാറ്റം. ഓക്കെ, ആ വഫീ കൗലിഹി അവിടെ കട്ടെ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്ക് മനസ്സിലാക്കി, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിവാരണം നടത്തി, സംശയങ്ങളൊക്കെ ചർച്ച ചെയ്ത് ശരിക്ക് മനസ്സിലാക്കണം. ജമ്മുൽ ജവാമി മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.